الحمد لله الكبير المتعال علم شأن العمل وحفظ حقوق العمال وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله أولا ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. നമ്മൾ ഇന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകൾ പിഴവുകൾ റബ്ബ് തമ്പുരാൻ പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ, അങ്ങനെയുള്ള ഒരു ജുമാ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ സന്നിഹിതരാവാൻ തൗഫീഖ് നൽകിയ റബ്ബിനെ സ്തുതിക്കുക. അതിൻ്റെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ വളരെ പ്രധാനമായ പ്രമാണങ്ങളിൽ ഈമാനിൻ്റെയും അമലിൻ്റെയും സത്യവിശ്വാസിയായ മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ അടിസ്ഥാനമായ കാതലായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈമാനിൻ്റെ കൂടെ അമലുണ്ടാവണം എന്നതാണ്. നമ്മൾ ധാരാളമായി അത് കേട്ടതാണ്. ഈമാനും അമലും ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, പരിചയപ്പെടുത്തുന്നത്. അതിനർത്ഥം ഈമാനുണ്ടെന്ന് തോന്നുന്ന അവകാശപ്പെടുന്ന ഏതൊരു മുസ്ലിമും അവൻ്റെ ജീവിതം അമലുകൾ കൊണ്ട് നിറക്കണം. അമലുകളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ജീവിതം സത്യവിശ്വാസിക്ക് അചിന്ത്യമാണ്, അനുവാദമില്ലാത്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ തൊഴിലാളികൾ ഇത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം ഒരു ദിവസത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് ആലോചിക്കാൻ വയ്യ. വളരെ ആഭ്യന്തര പ്രധാനമായ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത് നമ്മളോടൊപ്പമുള്ള, നമുക്ക് വേണ്ടിയുള്ള തൊഴിലെടുക്കുന്ന ജോലിക്കാർ, വേലക്കാർ, ഏതൊരു കാര്യത്തിലും എന്തെല്ലാം സുഖസൗകര്യങ്ങളും വിശ്രമ ജീവിതവും ഒക്കെയാണെങ്കിലും ഒരുപാട് തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ പേരിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, വീട് വെക്കുന്നത്, വാഹനമോടിക്കുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരുപാട് ഘട്ടങ്ങൾ വളരെ കഠിന പ്രയത്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഒരു പിടി ചോറ് വാരി തിന്നുമ്പോൾ അതിൻ്റെ പിന്നിലെ കല്ലും മുള്ളും ചെളിയും നിറഞ്ഞ കൃഷിഭൂമിയിലും വയലിലും പറമ്പിലുമൊക്കെ കഠിനാധ്വാനം ചെയ്ത തൊഴിലാളികൾ, വെള്ളവും വളവും ചേർത്തവർ, അതിന് കാവൽ നിന്നവർ, അതിൻ്റെ വിതയും കൊയ്ത്തും എല്ലാം നടത്തിയ എത്ര ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ അംശമാണ് നമ്മൾ വളരെ രുചിയോടുകൂടി ഒരു അധ്വാനവുമില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാരത്തിൻ്റെ മാത്രമല്ല, എല്ലാ ജീവിത സൗകര്യങ്ങളുടെയും പിന്നിലേക്ക് പരിശോധിച്ചാൽ, സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് തൊഴിലിൻ്റെ, അധ്വാനത്തിൻ്റെ, ഒരുപാട് തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ ഒരു വചനം, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവരുടെ ജീവിതത്തിലെ ജീവിത സൗകര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം നാം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അളവും സമയവും അവധിയും എല്ലാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ, മനുഷ്യരിൽ ചിലരെ മേലെയും ചിലരെ താഴെയുമാക്കിയിരിക്കുന്നു. ചിലർ തൊഴിലാളികളാണ്, ചിലർ മുതലാളികളാണ്. ഉദാഹരണം,
എന്നിട്ടോ ലിയത്തഹിദ ബഅ്ദുഹും ബഅ്ദൻ സുഖരിയ, ചിലർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കീഴ്പ്പെടുത്തിയതുപോലെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഏറ്റപ്പറ്റോടുകൂടിയുള്ള ഒരു സംവിധാനമല്ല എങ്കിൽ മനുഷ്യർ മുഴുവൻ ശരീരപ്രകൃതിയിലും അവരുടെ അറിവിൻ്റെ നിലവാരത്തിലും മറ്റ് യോഗ്യതയിലും സാമ്പത്തിക നിലയിലുമെല്ലാം ഒരേപോലെ തുല്യരാണ്. സോഷ്യലിസത്തിൻ്റെ ചിന്ത സ്വപ്നം കാണുന്നത് പോലെ അങ്ങനെയാണ് എല്ലാവരുമെങ്കിൽ ജീവിതത്തിലെ ഒരു സംഗതിയും കൃത്യമായും മുടക്കമില്ലാതെയും നടത്താൻ സാധ്യമല്ല. സൃഷ്ടാവായ നാഥൻ പറഞ്ഞിരിക്കുകയാണ്, നാം നിശ്ചയിച്ചിരിക്കുകയാണ് ഓരോരുത്തർക്ക് ഇത്ര ഇങ്ങനെ എന്ന്. അങ്ങനെ പലരും പലരുടെയും അധ്വാനത്തിൻ്റെ ഫലം ഉപയോഗപ്പെടുത്തുന്നു. അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലം തൊഴിലാളികൾക്ക് ലഭിക്കുന്നു, അവരുടെ കാര്യങ്ങളും നിവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും മുതലാളികളാണ്, ഓരോരുത്തരും ഉടമസ്ഥരാണ്, ഓരോരുത്തരും വലിയ സ്ഥാനത്താണ്. കാരണം നമ്മുടെ കീഴിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പലരുമുണ്ട്. എല്ലാവർക്കും അത് അനുഭവമാണ്, ഉദാഹരണങ്ങൾ പറയേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട്. ബാധ്യതകളെപ്പറ്റി, അവകാശങ്ങളെപ്പറ്റി, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ സംവിധാനിച്ച് തന്നിട്ടുള്ള ഒരു വീട് വൃത്തിയാക്കാൻ, അടിച്ചുവാരാൻ, തേച്ച് കഴുകാൻ, വീട്ടിനകത്തും പുറത്തും പൊതുവഴിയിൽ പോലും വൃത്തിയാക്കുന്ന തൊഴിലാളികളും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരും ഉദ്യോഗസ്ഥന്മാരും ഒന്നുമില്ല എങ്കിൽ എവിടെയും ഒരു കാര്യവും വേണ്ടതുപോലെ നടക്കില്ല, പലതും മുടങ്ങിക്കിടക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു സംവിധാനം സാമൂഹിക ജീവിതത്തിൽ ഒരുക്കിത്തന്ന, നിശ്ചയിച്ചു തന്ന അള്ളാഹുവിൻ്റെ സ്തുതി, അതിനെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംഗതി. വമൻ ലം യശ്കുരിൻ നാസ ഫലം ലം യശ്കുരില്ലാഹ്. ആരൊക്കെയാണോ നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളത്, ആരൊക്കെയാണോ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കൂട്ടി തന്നിട്ടുള്ളത്, അതിൻ്റെ പിന്നിലുള്ള അധ്വാനിച്ച തൊഴിലാളികൾക്ക് ജോലിക്ക് കൂലി കൊടുക്കുക മാത്രമല്ല, ആ ഒരു സംവിധാനത്തിനും ആ ഒരു സന്നദ്ധതയ്ക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ജോലി ചെയ്യുന്നവരെപ്പോഴും അടിമകളെപ്പോലെയല്ല, മറിച്ച് അവർ തൊഴിലാളികളല്ല, മറിച്ച് സ്വന്തക്കാരാണ്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവന് എൻ്റെ സൃഷ്ടാവായ നാഥനോട് നന്ദി കാണിക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്ഥിതിയും നിലപാടും അങ്ങനെയായിപ്പോവും. അതുകൊണ്ട് ഒരുപാട് തൊഴിലാളികൾ, ജോലി ചെയ്യുന്നവർ, അവരെ സഹായിക്കണം, അവർക്ക് എളുപ്പമുള്ളത് നൽകണം, സാധ്യമല്ലാത്തത് അടിച്ചേൽപ്പിക്കരുത്. കർക്കശമായ ഭാരിച്ച ജോലികൾ ഏൽപ്പിച്ചിട്ട് കർക്കശമായ നിലപാടും സമീപനവും അവരോട് പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊഴിലാളികൾ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ, ഇഖ്വാനുക്കും ഹവലുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ. പിന്നെയോ ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും, തൽക്കാലം അള്ളാഹു അവരെ നിങ്ങളുടെ കീഴിലാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക. അഥവാ ഒരു നിമിഷം അവരുടെ സ്ഥാനത്തും തൊഴിലാളികൾ, മുതലാളികളും വീട്ടുടമകളും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഒക്കെ മേലാളന്മാരുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. തൽക്കാലം നിങ്ങൾക്ക് കീഴിലായി അള്ളാഹു അവരെ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ്. തൻ്റെ സഹോദരൻ തനിക്ക് വേണ്ടി തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരനാണ് എങ്കിൽ അവന് താൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അവനും തിന്നാൻ വേണ്ടി കൊടുക്കുക. താൻ ധരിക്കുന്ന, ഉപയോഗിക്കുന്ന വസ്ത്രവും വിഭവങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒന്ന് അനുഭവിക്കാനും അവനും അവസരം നൽകുക. അന്യരായും അടിമകളായും മാറ്റി നിർത്താതെ നമ്മളെപ്പോലെ അവരെയും കരുതുക എന്ന്. ആഹാരം കഴിക്കുമ്പോൾ അത് വേവിച്ചുണ്ടാക്കി അതിൻ്റെ എല്ലാ ചൂടും പുകയും സഹിച്ച്
കഷ്ടപ്പെട്ട് അത് എല്ലാ ആസ്വാദ്യത്തോടും കൂടി വിളമ്പി നമ്മുടെ മുന്നിൽ വെച്ച് തരുന്ന തൊഴിലാളിയെ കൂടെ ഇരുത്തിയിട്ട് അതിൽ നിന്ന് ലേശം ആസ്വദിക്കാൻ, അല്ലെങ്കിൽ ഒരു പിടിയെടുത്ത് അവൻ്റെ വായിലിട്ട് കൊടുക്കാനോ കയ്യിൽ വെച്ച് കൊടുക്കാനോ ഒക്കെ മുതലാളിയായി സ്ഥാനത്തിരിക്കുന്ന നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ ആ അകലം കാണിക്കാതെ അന്യത തോന്നിക്കാതെയായിരിക്കണം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലാളികളോട്. എല്ലാവർക്കും വേണ്ടി എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധ്വാനിക്കുന്ന ജോലിക്കാരുണ്ട്, വേലക്കാരുണ്ട്. അവരോടുള്ള നിലപാട് മനുഷ്യത്വപരമായിരിക്കണം, നീതിപൂർവമായിരിക്കണം എന്നർത്ഥം. ലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും. സാധ്യമല്ലാത്ത കാര്യങ്ങൾ കുറഞ്ഞ കൂലിക്ക് വലിയ പണിയെടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കരുത്. മാത്രമല്ല ഫൈൻ കല്ലഫ്തുമുഹും ഫഅഇനുഹും. ഇനി അതല്ല, ഈ പണി തീർത്തേ പറ്റൂ, അതിന് വേറെ ആരുമില്ല, ഇവരെ കൊണ്ടത് ചെയ്യിക്കണം എങ്കിൽ നിങ്ങളും കൂടി മുണ്ടും മാറ്റി ഇറങ്ങാം. നിങ്ങളാൽ കഴിയുന്ന പങ്ക് നിങ്ങളും വഹിക്കുക, അവരെ സഹായിക്കുക. സാധ്യമല്ലാത്ത പണികൾ, ഭാരം, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കരുത്. അടിമകളെപ്പോലെ അവരോട് പെരുമാറരുത്. അവർ സ്വന്തക്കാരാണ്, തൊഴിലാളികളല്ല എന്നൊരു കാഴ്ചപ്പാട് നിങ്ങളിൽ ഉണ്ടാവണം എന്നാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ഹിജറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മുഹാജിറുകളും മദീനത്തേക്ക് വന്നപ്പോൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കാൻ പല പല സമ്മാനങ്ങളും ഉണ്ടാക്കി കൊടുത്തു. പാല് കൊണ്ടു കൊടുത്തവരുണ്ട്, വിരിപ്പുണ്ടാക്കി കൊടുത്തവരുണ്ട്, തലയണ തുന്നി കൊടുത്തവരുണ്ട്. പല പല അന്നത്തെ നിലവാരത്തിലുള്ള ഒരുപാട് വിഭവങ്ങൾ, ഒത്താശകൾ. അപ്പോൾ ഈ ചെറിയ അനസ് റളിയല്ലാഹു അൻഹു പിതാവ് നാടും വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഉമ്മയും മകനും ഇസ്ലാം സ്വീകരിച്ചു. ഉമ്മ പലരും പല സമ്മാനങ്ങളും കൊണ്ടുവന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ തലയിൽ കയ്യും വെച്ച് അവനെ മുന്നോട്ട് തള്ളിക്കൊണ്ട് ഉമ്മ വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറഞ്ഞു. ആദരണീയരായ പ്രവാചകരെ, എല്ലാവരും പല സമ്മാനങ്ങളും നിങ്ങൾക്ക് തന്നു, എൻ്റെ അടുത്ത് യാതൊന്നുമില്ല. ഞാൻ എൻ്റെ മോനെ നിങ്ങൾക്ക് തരികയാണ്. അവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒത്താശകൾ ചെയ്യാൻ, ഖിദ്മത്തുകൾ ചെയ്യാൻ കൂടെ ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ആ കുഞ്ഞിൻ്റെ മുടിയിൽ തലയിൽ തലോടിയിട്ട് കൂടെ കൂട്ടി. പിന്നീട് എന്നും അനസ് എന്ന ബാലൻ റളിയല്ലാഹു അൻഹു വളരുന്നത് പ്രവാചകരോടൊപ്പമാണ്, വീട്ടിലും കൂടെയും അകത്തും പുറത്തുമെല്ലാം. 20 വർഷം കൂടെ നിന്നിട്ടുള്ള അദ്ദേഹം പറയാണ്, 20 വയസ്സ് ആ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാലത്തിനടുത്ത് എപ്പോഴെങ്കിലും എന്നോട് എന്തിന് നീ അത് ചെയ്തു എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല, ഏൽപ്പിച്ച കാര്യം എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഉന്നതമായ സ്വഭാവഗുണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ആവിഷ്കാരത്തിന് വേണ്ടിയും മാതൃക കാണിക്കാനുമാണ് ഞാൻ നിയുക്തനായത് എന്ന് പറഞ്ഞ പ്രവാചകർ. അപ്പോൾ അതാണ് കൂടെ നിൽക്കുന്ന, നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, ഒത്താശകൾ ചെയ്യുന്ന ആരൊക്കെയാണെങ്കിലും, അതേത് നാട്ടുകാരാണെങ്കിലും, അന്യസംസ്ഥാന തൊഴിലാളികളോ ഒക്കെയാണെങ്കിലും അതിഥി തൊഴിലാളികൾ എന്ന് അവർക്കൊരു പേരിട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ അവരെ സ്വീകരിക്കുകയും അവരെ പരിചരിക്കുകയും അവരെ കാണുകയും വേണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ അനാ ഖസമുഹും യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകളുണ്ട്, അന്ത്യനാളിൽ ഞാൻ അവർക്ക് എതിരിലായിരിക്കും, ഞാൻ അവരുടെ ശത്രുവായിരിക്കും. ആരാണവർ? അത്രത്തോളം എന്തുണ്ടായി? അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം, റജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു. ഒരുത്തനെ ജോലിക്ക് വിളിച്ചു, ഒരു മനുഷ്യൻ വേറൊരാളെ, അവനും മനുഷ്യനാണ്, തൊഴിലാളിയും മുതലാളിയും രണ്ടാളും മനുഷ്യന്മാരാണ്. അള്ളാഹുവിൻ്റെ തൽക്കാലത്തേക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ചില വ്യത്യസ്തമായ സംവിധാനങ്ങളാണ്. ഒരു നിമിഷം മതി നീ തൊഴിലാളിയാവാനും അവൻ മുതലാളിയാവാനും. അങ്ങനെ ഒരുത്തനെ ജോലിക്ക് വിളിച്ചു, അവനോട് പറ്റുന്നതെല്ലാം ഉപയോഗിച്ചു, അവനെ എല്ലാ നിലക്കും. എന്നിട്ടോ വലം യുഴ്ത്തിഹി അജ്റുഹു, അവന് ന്യായമായ കൂലി കൊടുത്തില്ല. അങ്ങനെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത്രയും വൈകിക്കാതെ അത് അവൻ അർഹിക്കുന്നത് നൽകിയിരിക്കണം. അതിലെത്ര കൂടുതൽ നൽകിയോ അത്രയും പുണ്യമാണ്. അങ്ങനെ തൊഴിലാളിക്ക്, പണിക്കാരന് കൂലി കൊടുക്കാത്ത ഒരുത്തനുണ്ടെങ്കിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ
ഞാൻ അവനെതിരിൽ നിൽക്കുന്ന വാദിക്കുന്ന അവൻ്റെ ശത്രുവായിരിക്കും എന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പേടിക്കണം ആ യുവജനം. അതൊക്കെ അങ്ങനെ മതി, മലയാളം തിരിയാത്തവരല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തവരല്ലേ, അവർക്ക് അത്ര മതി എന്ന്. മറിച്ച് ചോദിക്കാനോ പറയാനോ ഉള്ള വാചാലതയില്ലാത്ത, ഭാഷ അറിയാത്ത, നിങ്ങൾ അത്ര സൂത്രവും സാമർഥ്യവും ഇല്ലാത്തവരായിരിക്കാം, പക്ഷേ അവരർഹിക്കുന്ന ന്യായമായ അവകാശം, പരിഗണന, ആദരവ് അവർക്ക് നൽകിയിരിക്കണം. ഇസ്ലാമിൻ്റെ ലേശമെങ്കിലും അംശം നിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൊഴിൽ സംസ്കാരം, തൊഴിലാളി ദിനവും അതിൻ്റെ ആഘോഷങ്ങളും ഒക്കെ കൊല്ലത്തിലൊരു ദിവസമായി ആചരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നും എല്ലാ നേരത്തും മറ്റുള്ളവരുടെ അധ്വാനത്തെ ആശ്രയിച്ച് കഴിയുന്ന നീ ഓരോ നേരവും ഓരോ കാര്യത്തിലും തൊഴിലാളിയെ ഉപയോഗപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിൻ്റെ മഹാത്മ്യം ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് ഉൾക്കൊള്ളുക. സ്വയം അധ്വാനിക്കുന്ന, ഏർപ്പാടുകളിൽ മുഴുകുന്ന, വിരസനായും അലസനായും മാറാത്ത ഒരുത്തനായിരിക്കണം പൂർണ്ണ മുസ്ലിം, പൂർണ്ണ മുഅ്മിൻ. അതോടൊപ്പം തനിക്ക് വേണ്ടി ആരെല്ലാം അധ്വാനിക്കുന്നുണ്ടോ, കഷ്ടപ്പെടുന്നുണ്ടോ, ജോലികൾ ചെയ്തു തരുന്നുണ്ടോ, അവരെയൊക്കെ ആദരപൂർവ്വം കാണുകയും അവരുടെ അർഹിക്കുന്നതെല്ലാം എല്ലാം മാന്യമായി നൽകുകയും ചെയ്തിരിക്കണം എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ആഭ്യന്തരമായ ഒരു വശമുണ്ട് ഈ തൊഴിൽ മേഖലയിൽ. വീട്ടിൽ ജോലി ചെയ്യുന്നവർ, സ്വകാര്യ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, വീടിനകത്തും പുറത്തും പെരുമാറുന്നവർ, കുട്ടികളെ പരിപാലിക്കുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയെല്ലാം വളരെ മാന്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, തൊഴിലാളികളുടെ സ്വകാര്യതകളിലേക്ക് ചുഴന്നു നോക്കാനും അന്വേഷിക്കാനും നിങ്ങൾക്ക് പാടില്ല. അതുപോലെ യജമാനൻ്റെ, മുതലാളിയുടെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാനും ചോർത്തെടുക്കാനും, കാണാൻ പാടില്ലാത്തത് നോക്കിക്കാണാനും ആസ്വദിക്കാനും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാനും, അങ്ങനെയുള്ള ഒരു ചാരപ്രവൃത്തിയുടെ ഭാഗമായി രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ കുടുംബജീവിതത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്തിൽ നാം കാണാൻ സാധിക്കും. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളുടെ അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനം. അത് വളരെ വളരെ ദീർഘിച്ചതാണ്. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അതാണ് അവരുടെ വിശുദ്ധമായ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അള്ളാഹു രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവരാണ്. അതുപോലെ തന്നെ വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുന്ന, സത്യവിശ്വാസിനികളായ സഹോദരിമാരും അവരുടെ കണ്ണുകളെയും താഴ്ത്തിക്കളയണം. അനുവാദമില്ലാത്തതിൻ്റെ അപ്പുറത്തേക്ക് നോക്കാനും കാണാനും ആസ്വദിക്കാനും സ്വന്തമാക്കാനുമുള്ള നീചമായ ചിന്തകളും ശ്രമങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ അവരുടെ എല്ലാ സ്വകാര്യതകളും അവർ കാത്തു സൂക്ഷിക്കണം. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളാറ മിൻഹാ, സ്വാഭാവികമായും പ്രകൃതിയാ തന്നെ സ്വതവാ തന്നെ വ്യക്തമായ പ്രകടമായ സൗന്ദര്യങ്ങൾ, കണ്ണും മുഖവും മുൻകൈയും പോലെയുള്ള ഭാഗങ്ങളൊക്കെ അല്ലേ എപ്പോഴും മറച്ചു വെച്ച് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ കൽപ്പിച്ചു കൂട്ടി തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ അത് ജോലിക്കാരുടെ മുന്നിലും അന്യരായ ആരുടെയും മുന്നിൽ പാടില്ലാത്തതാണ്. ഈ വചനം വളരെ പ്രസിദ്ധമാണ്, വലിയ അർത്ഥങ്ങളുള്ളതാണ്. കുടുംബജീവിതത്തിലെ വീട്ടിലെ കാര്യങ്ങൾ, ആഭ്യന്തര വിഷയങ്ങളിൽ, കിടപ്പറയിൽ പോലും വൃത്തിയാക്കാനും കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ നിർദ്ദേശങ്ങൾ ഒക്കെ പൂർത്തിയാക്കാനും നമുക്ക് വേണ്ട എല്ലാ ഖിദ്മത്തുകളും ചെയ്തു തരാനും പെരുമാറുന്ന തൊഴിലാളികൾ, അവർക്ക് വീടിനകത്തുള്ള സംസ്കാരം എന്താണ് എന്നും മര്യാദകൾ എന്താണെന്നും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത് നമ്മളും പാലിക്കുകയും വേണം. ആ വിഷയത്തിലൊക്കെ ഇസ്ലാം വളരെ കർശനമായ നിലപാടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരുപാട് വചനങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് കാണാൻ സാധിക്കും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, സൂറത്തുർ റഹ്മാൻ, അതിലെ ഒരു വചനം, ചെറിയ ചെറിയ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് വലിയ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കാരുണ്യവാൻ എന്ന ആ അധ്യായത്തിൽ നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ പിന്നെ എന്താണ് എന്ന് സ്വർഗഭാഗ്യം ലഭിച്ചവരെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ്. ഇത് എല്ലാ വിഷയങ്ങളിലും ബാധകമാണ്. നന്മകൾ, മാന്യതയുള്ള, അന്തസ്സുള്ള, സൂക്ഷ്മതയുള്ള, കടമകൾ നിറവേറ്റുന്ന, ഉത്തരവാദിത്വബോധമുള്ള തൊഴിൽ മേഖല, അത് മുതലാളിയും തൊഴിലാളിയും അത് ഉൾക്കൊള്ളണം. അങ്ങനെയുള്ളപ്പോൾ രണ്ട് പക്ഷത്തിനും
അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും നന്മകൾ നിറഞ്ഞ അനുഗ്രഹമല്ലാതെ പിന്നെ എന്താണ് പ്രതിഫലമുണ്ടാകുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈനംദിനമായി നിത്യജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഓരോ നേരത്തും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ ഫലം, അതിനോട് നന്ദിയുള്ളവരാവാൻ, അതിൽ കടമകൾ നിറവേറ്റുന്നവരാവാൻ, അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവാൻ അള്ളാഹുവിനോടും സൃഷ്ടാവായ കാരുണ്യവാനായ നാഥനോടും ഒത്താശകൾ ചെയ്യുന്ന മനുഷ്യരോടുമെല്ലാം ഉള്ളവരാവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الأمين والعاقبة للمتقين. أما بعد عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ സാധ്യമാവുന്ന എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗത്തും അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്ന, നന്ദി കാണിക്കുന്ന, മറ്റു സമസൃഷ്ടികളായ എല്ലാ മനുഷ്യരോടും സ്നേഹബഹുമാനത്തിൻ്റെയും നന്ദിയുടെയും ആദരവിൻ്റെയും നിലപാടുകളും സമീപനങ്ങളും കാണിക്കുവാൻ സാധിക്കണമെന്ന് തഖ്വയുടെ അടയാളമായി അത് പാലിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അതിമഹത്തായ, പറഞ്ഞാൽ തീരാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് തൊഴിൽ മേഖലയുടെ സജീവതയും തൊഴിലാളികളുടെ സാധ്യതയും സന്നദ്ധതയുമെല്ലാം. തൊഴിലാളി ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് തൊഴിൽ പണിമുടക്കുകയോ രംഗത്തില്ലാതിരിക്കുകയോ ഒരു പണിക്ക് ആളെ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അറിയുക, അനുഭവിക്കുക. എപ്പോഴും സ്വയം മറ്റാരെയും ആശ്രയിക്കാതെ പരമാവധി തൻ്റെ കാര്യങ്ങളിൽ സ്വയം തൽപരനാവുകയും ഉത്സാഹപൂർവ്വം അധ്വാനിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. മഹാന്മാരായ പ്രവാചകന്മാരെല്ലാവരും പല രീതിയിലുള്ള തൊഴിലുകൾ എടുത്തവരായിരുന്നു. മരത്തിൻ്റെ പണിയെടുത്ത് ആശാരിപ്പണിയെടുത്തവരുണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ പണിയെടുത്തവരുണ്ടായിരുന്നു, മറ്റു പല രീതിയിലുള്ള പണികളും. ആടിനെ മേയ്ക്കുന്നവരുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് മക്കയിലെ മുതലാളിമാർക്ക് വേണ്ടി ആടിനെ മേയ്ച്ച് ജീവിച്ചിരുന്ന അവസ്ഥ ഉണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തൊഴിലായി സ്വീകരിക്കുകയും അത് പതിവാക്കുകയും ചെയ്തവരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു തൊഴിലിനെയും ചെറുതായി കാണണ്ട. ഒരു തൊഴിലാളിയെയും നിസ്സാരനായും നിന്ദനായും വിചാരിക്കരുത്. ഈ വൃത്തികേടുകൾ വാരിക്കൂട്ടുകയും വൃത്തിയാക്കുകയും കഴുകി തരികയും ഒക്കെ ചെയ്യുന്ന തൊഴിലാളികളില്ലെങ്കിൽ നിനക്ക് അന്തസ്സോടുകൂടി നയിറ്റ് നടക്കാൻ കഴിയില്ല. അലക്കാനും കുളിക്കാനും തേക്കാനും കാര്യങ്ങൾക്കൊക്കെയുള്ള അതിനെ ഒന്നും നിസ്സാരമായി കാണരുത്. അതിനെയൊക്കെ മാനിക്കണം, അവരെ ആദരിക്കണം, അവരർഹിക്കുന്നത് നൽകണം എന്നാണ് തൊഴിൽ മേഖലയിലുള്ള ഏറ്റവും വലിയ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നാട് നമ്മൾ അധിവസിക്കുന്ന, നമ്മൾ തൊഴിലെടുത്ത് കഴിഞ്ഞുകൂടുന്ന, അതിനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും എല്ലാ സംരക്ഷണവും നൽകുന്ന ഈ നാടിനോട് നമ്മൾ കടപ്പെട്ടവരാണ്. അതിന് നന്ദിയുള്ളവരാവണം. അവരുടെ നന്മയ്ക്ക് വേണ്ടിയും നല്ല ഭാവിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും വേണം. ഇവിടെ തൊഴിൽ മേഖലയുടെ ഉന്നതമായ, മഹനീയമായ, മാതൃകാപരമായ ഒരു സംസ്കാരം ഈ നാട്ടിലുണ്ട്. അത് നമ്മൾ അതിനെ വിലമതിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിന് നന്ദിയുള്ളവരാവുകയും വേണം. ഏത് തൊഴിലാളിക്കും ഇവിടെ കടന്നു വരാം, ഏത് തൊഴിലിലും ഏർപ്പെടാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങളും സ്വാതന്ത്ര്യവുമാണ്, അതിനൊക്കെയുള്ള സംരക്ഷണവും നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ നിന്നും വന്നു കിട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഉന്നതമായ ആ തൊഴിൽ മേഖലയിലുള്ള സംസ്കാരം അത് ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുക. റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറവുകളും പിഴവുകളുമെല്ലാം റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم أجرنا من النار
وأدخلنا الجنة يا رب العالمين. اللهم احفظ دولة الإمارات من كل الجهات. اللهم إنا نستودعك قيادتها وأهلها ومن يعيش على أرضها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عينا وسندا وهاديا ومسددا وبارك في عمره وعامله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد وشيوخ الإمارات القادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك. اللهم اشحل شهداء الوطن بواسع رحمتك وارفع درجاتهم في جنتك يا رب العالمين. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.